ആയിരക്കണക്കിന് വർഷങ്ങളായി ക്ഷീരകൃഷി കൃഷിയുടെ ഭാഗമാണ്. ലോകത്താകമാനം 270 ദശലക്ഷം പശുക്കൾ പാലുൽപാദിപ്പിക്കുന്നു എന്നാണ് കണക്ക്. അതിലെ ഏറ്റവും വലിയ പാലുൽപാദകരാണ് യൂറോപ്യൻ യൂണിയൻ. അതായത് ഏകദേശം 23 ദശലക്ഷം കറവ പശുക്കളുണ്ട് 2022 സർവേ അനുസരിച്ച്. ഇനി യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഇംഗ്ലണ്ടിലെ പശുകൃഷി എന്നത് ലോകം മുഴുവനുള്ള ക്ഷീരകൃഷിയിൽ 4ാം സ്ഥാനം കൈവരിക്കുന്ന ലെവലിലുള്ളതാണ്. ഇതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ഇംഗ്ലണ്ടിലെ കൗ ഫാമിംഗ് അല്ലെങ്കിൽ ഡയറി ഫാമിംഗ്? ഇംഗ്ലണ്ട് എന്ന ഒറ്റ വാക്കി കേൾക്കുമ്പം അമ്പരചുംബികളായ കെട്ടിടങ്ങളും അടിപൊളി കളർഫുൾ ലൈറ്റുകളും ഒക്കെ ആവും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. പക്ഷേ ബേസിക്കലി അതെല്ലാം സിറ്റിയിൽ മാത്രമാണ്. ലണ്ടൻ, കേംബ്രിഡ്ജ്, അങ്ങനെ കുറച്ച് സിറ്റികൾക്കകത്ത് മാത്രമാണ് ഈ പറഞ്ഞ കളർഫുൾനെസ്സും ഈ റിച്ച്നെസ്സും ഒക്കെ കാണുന്നത്. യഥാർത്ഥ UK എന്ന് പറയുന്നത് കൃഷിയിടങ്ങളും പുൽമേടുകളും സമതല ഭൂമികളും ഒക്കെ ഇങ്ങനെ ഒരു ചാറ്റൽ മഴ, എപ്പോഴും UKയുടെ അന്തരീക്ഷത്തിനകത്ത് ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട്. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചെറുതായിട്ടെങ്കിലും പെയ്ത് പോയി ചാറ്റൽ മഴയെ കുളിച്ച് നിൽക്കുന്നൊരു ഭൂപ്രദേശം. കൂടുതലും പുല്ലാണ്, എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ പുല്ല്. ഇതാണ് സിറ്റി വിട്ട് വെളിയിലോട്ടായി കഴിഞ്ഞാൽ UKയ്ക്ക് അത് കാണാൻ പറ്റുന്നത്. ഇതെന്തൊരു നാട് എന്നാണ് ഇവിടെ വന്ന കാലത്ത് ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെയാണ് അറിയുന്നത് ഇവരുടെ പ്രധാന വരുമാനം തന്നെ ഡയറി ഫാമുകളാണ്. പശു, ബീഫ്, പന്നി, കോഴിയൊക്കെ വൻതോതിൽ വളർത്തപ്പെടുന്നു. ഇതിന് പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കർഷകർക്ക് അവരുടെ വരുമാനത്തിന് വേണ്ടി ടാക്സ് അടയ്ക്കേണ്ടി വരുന്നേയില്ല. ഗവൺമെൻറ് ടാക്സ് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്ന വസ്തുവാണ് ഫാമിങ്. സ്വാഭാവികമായിട്ടും കർഷകർക്ക് നല്ലൊരു ലാഭമുണ്ട് ഇവിടുത്തെ ഈ വ്യവസായത്തിനകത്ത്. പുല്ലാണ് ഈ ഫാമുകളിലെ എല്ലാം ജീവികളുടെ മെയിൻ ഭക്ഷണമെന്ന് പറയാം. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമം മൂലം ഇത് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. UKയ്ക്കകത്തെ കാർഷിക ഭൂമിയുടെ 65% പുല്ലല്ലാതെ വേറൊരു വിളയും കൃഷി ചെയ്യാൻ അനുവാദമില്ല. അതായത് UK കാറ്റിൽ ഫാമിങ്ങിൻ്റെ ഏറ്റവും പ്രധാന ഭക്ഷണമായിട്ടുള്ള പുല്ലാണ് ഇവിടുത്തെ 65% ഭൂമിക്കകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം പുൽമേടുകൾ ഇത്രയും ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്രയും സ്റ്റഡി ആയിട്ട് ഈ കന്നുകാലി വ്യവസായം മുമ്പോട്ട് പോകുന്നത്. പിന്നെ പുല്ലിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് പല കാര്യങ്ങളെ ബാധിക്കുന്നു. അത് രാജ്യത്തിനകത്ത് എവിടെ ഏത് സ്ഥലത്ത് വെച്ചാണ് സ്ഥലം, പാറയിടുക്കുകളാണോ ചതുപ്പാണോ പുഴയാണോ കൂടുതലടുത്ത്, മണ്ണിന് ഏത് തരത്തിലുള്ള മണ്ണാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, എന്ത് ടൈപ്പ് കാലാവസ്ഥ അവിടെ കൂടുതൽ കിട്ടുന്ന, മഞ്ഞാണോ മഴയാണോ കാറ്റാണോ കൂടുതൽ, ഇതെല്ലാം ഈ പുല്ലിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന വസ്തുക്കളാണ്. വർഷത്തിൽ ഏതാണ്ട് 4-5 മാസം മാത്രം ചൂട് ലഭിക്കുന്ന ഒരു രാജ്യത്ത്, അതായത് കൂടുതലും തണുപ്പ് മാത്രം മാസങ്ങൾ ഉള്ള ഒരു രാജ്യത്തിലെ കാലാവസ്ഥയ്ക്കകത്ത് എങ്ങനെയാണ് ഇത്രയും പശുക്കൾ ജീവിക്കുന്നത്? ഇത്രയേറെ ഡയറി ഫാമുകൾ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ അളവെന്ന് പറയുന്നത് 26 ദശലക്ഷമാണ്. 26 ദശലക്ഷം ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കണക്ക്. എന്ന് വെച്ചാൽ ഒരു പശുവിൻ്റെ ശരാശരി കറവ ഒരു വർഷം 57 ലിറ്ററിനടുത്ത് വരുമെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. എങ്ങനെ ഇവരിത് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇവരെ കൊണ്ട് സാധ്യമാകുന്നത്? ഇവിടെയാണ് ഈ ഡയറി ഫാമുകൾക്കകത്ത് ഇവയെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കുന്ന സിസ്റ്റം എന്താണെന്ന് അറിയേണ്ടത്. ഓരോ കന്നുകുട്ടിയും ജനിക്കുമ്പോൾ അത് ബ്രിട്ടീഷ് കാറ്റിൽ മൂവ്മെൻറ്റ് സർവീസ് BCMS എന്ന് പറയുന്ന ഒരു പ്രത്യേക യൂണിയനുണ്ട്. ആ യൂണിയനകത്ത് നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്യണം, ആ കന്നുകുട്ടിയെ രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കന്നുകുട്ടിക്ക് ഒരു പാസ്പോർട്ടും ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നൽകുന്നു. ഇത് ആ ചെവിയുടെ അറ്റത്ത് കാണുന്നൊരു മഞ്ഞ ടാഗ് കണ്ടോ? ആ ടാഗിലിരുന്ന് ആ നമ്പർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അവരുടെ ഇവിടുത്തെ BRP കാർഡ്, അവരുടെ വിസ. ഇവിടുത്തെ ഒരു പാസ്പോർട്ടും ഈ ഒരു നമ്പറും കൂട്ടിയാണ് എല്ലാ കന്നുകാലികളും ജനിച്ച് മുമ്പോട്ട് പോകുന്നൊരു ഫാമിനകത്ത്. ഈ പാസ്പോർട്ട് ഇല്ലാതെ ഈ കന്നുകാലികൾക്ക് ആ ഫാമിൽ നിന്ന് വെളിയിലോട്ട് പോകാനോ വേറൊരു ഫാമിലേക്ക് മൂവ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അതുപോലെ ഈ BCMS ഈ കന്നുകാലികളുടെ എല്ലാ നീക്കങ്ങളുടെയും കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ പറഞ്ഞ പാസ്പോർട്ട് വാലിഡാണ്. ആ പാസ്പോർട്ട് ഇല്ലാതെ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അവരെവിടെ വേണം, ഈ UKയ്ക്കകത്ത് എവിടെ പോയാലും അവരെ ട്രേസ് ചെയ്യാൻ പറ്റും ഈ നമ്പർ വെച്ച്. പിന്നെ ജനിച്ച് വളരുന്ന കന്നുകാലികളുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 6 ആഴ്ചയ്ക്കുള്ളിൽ മുലയൂട്ടൽ നിർത്തുന്നത് വരെ കന്നുകുട്ടികളെ ഒരു കളപ്പുരയിലാണ് താമസിപ്പിക്കുക കൂട്ടങ്ങളായിട്ട്. ചിലതിനകത്ത് വലിയ വലിയ ഡയറി ഫാമുകളാണെങ്കിൽ അവരതിനെ ഒരു കളപ്പുരയ്ക്കകത്ത് ഇവരെ കൂട്ടങ്ങളായിട്ട് താമസിപ്പിക്കുന്നു. എന്നാൽ ഓർഗാനിക് ഫാമുകൾ, ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഓർഗാനിക് ഫാമുകളിൽ പെടുന്നതാണ്. അവിടെ നേഴ്സിംഗ് കൗസ് എന്നറിയപ്പെടുന്ന പശുക്കളാണ് ഇവരെ ഡീൽ ചെയ്യുന്നത്. അതായത് അമ്മമാർ തന്നെ, അതിൻ്റെ സ്വന്തം അമ്മമാരുടെ കൂട്ടത്തിൽ ഇവയെ മേയാൻ വിടുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ നഴ്സിംഗ് പശുക്കളായിട്ടുള്ള
എന്താ പറയുക അമ്മമാരെയാണ്. ഇതാണ് നഴ്സിംഗ് കൗസാണെന്നാണ് പറഞ്ഞത് അയാൾ. കുഞ്ഞുങ്ങളെ വളർത്തുകയും പാല് കൊടുക്കുകയും ചെയ്യുന്ന വിഭാഗം മാത്രമാണിത്. ആ ഒരു സെക്ഷൻ മാത്രമാണ് പാൽ. ഈ വസന്തകാലത്തും വേനൽക്കാലത്തും എല്ലാം ഈ പുല്ലിനകത്ത് ഇതുങ്ങൾ മേഞ്ഞു നടക്കുകയും വിൻ്റർ ആകുമ്പോഴത്തേനും വലിയ വലിയ കളപ്പുരകൾ, വലിയ ബാണുകൾ തന്നെ വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ തൊഴുത്തിൻ്റെ വലിയ രൂപം, അതിനെ ബാൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം അത്തരം ബാണുകളിലേക്ക് ഇതുങ്ങളെ മാറ്റുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് കന്നുകുട്ടികളുടെ തുടക്കകാലം. 2 തരത്തിലാണ് ഈ ഫാമുകൾക്കകത്ത് മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് മാംസത്തിനായിട്ടുള്ള മൃഗങ്ങൾ, 2 പ്രൊഡക്ഷന് വേണ്ടിയുള്ള മൃഗങ്ങൾ, അതായത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മൃഗങ്ങൾ. മാംസത്തിനായിട്ടുള്ള മൃഗങ്ങളെ പ്രായപൂർത്തിയാകുന്നിടം വരെ ഈ അവിടെ വളർത്തുന്നത് മാംസത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള ഹോർമോണൽ കുത്തിവയ്പ്പ് ഇവിടെ നടത്താൻ വേണ്ടി നിയമം അനുവദിക്കുന്നില്ല. പിന്നെ മാംസത്തിനായിട്ട് മൃഗങ്ങളെ വാങ്ങിക്കുന്നത് സൂപ്പർ മാർക്കറ്റുകൾ നേരിട്ടല്ല, പകരം സ്ലോട്ടർ ഹൗസ് എന്നറിയപ്പെടും. സ്ലോട്ടർ ഹൗസുകളാണ് സൂപ്പർ മാർക്കറ്റുകൾക്ക് വേണ്ടി ഫാമുകളിൽ നിന്ന് മൃഗങ്ങളെ കണ്ടുപിടിച്ച് അവരെ വളർത്തി വലുതാക്കിയിട്ട് സൂപ്പർ മാർക്കറ്റുകൾ സപ്ലൈ ചെയ്യുന്ന പരുവത്തിലോട്ടാക്കുന്നത് സ്ലോട്ടർ ഹൗസുകൾ എന്ന് പറയുന്ന അറവശാലകളാണ്. അപ്പോൾ ഈ അറവശാലയാണ് തീരുമാനിക്കുന്നത് എത്ര റിക്വയർമെൻറ്റ് വേണം, ഈ മൃഗം എങ്ങനെ വളരണം, ഇതിൻ്റെ തൂക്കം എന്തുമാത്രം ഉണ്ട് എന്നുള്ള സംഭവങ്ങളെല്ലാം കമ്പ്യൂട്ടർ റെക്കോർഡ്സ് വെച്ച് ഡീൽ ചെയ്യുകയും കൊണ്ടുനടക്കുകയും ചെയ്യുന്ന അവരാണ്. അല്ലാതെ ആ ഫാം നടത്തുന്ന കർഷകനല്ല അത് ചെയ്യുന്നത്. കർഷകരുടെ ഉത്തരവാദിത്തം ഈ മൃഗങ്ങളെ വളർത്തി വലുതാക്കുക, ഈ സ്ലോട്ടർ ഹൗസ് പറയുന്ന ഗൈഡൻസ് അനുസരിച്ച് ഇവരെ വളർത്തി വലുതാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. അപ്പം എല്ലാ ആഴ്ചയും ഇതുങ്ങളെ തൂക്കി നോക്കും. ആ തൂക്കം നിങ്ങൾ എപ്പോഴും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് വെച്ച് മറ്റുള്ള ആൾക്കാർ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ ചേഞ്ചുകൾ കൊടുക്കണോ അത് ചേഞ്ചുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ 20 മാസം വരെ അവരെ ഈ പറഞ്ഞ ഫാമുകൾക്കകത്ത് വളർത്തിയിട്ട് ആ അറവശാല അല്ല ആ സ്ലോട്ടർ ഹൗസ് തീരുമാനിക്കുന്ന വിലയ്ക്കകത്ത് ഈ മൃഗങ്ങളുടെ ഇറച്ചി അവിടെ ലീവ് ചെയ്യുന്നു. ഇറച്ചിയായിട്ടല്ല, മൃഗങ്ങളായിട്ട് അവിടെ ലീവ് ചെയ്യുന്നു. അപ്പോൾ ആ ഡയറി ഫാമിൻ്റെ ഉടമസ്ഥനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ആ സ്ലോട്ടർ ഹൗസിന് ഓൾറെഡി കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ് ഈ മൃഗങ്ങളെ മുഴുവൻ. അവിടെ കൊണ്ട് അവരുടെ ജീവിതം അവസാനിക്കുന്നു. സ്ലോട്ടർ ഹൗസുകളിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നതോടെ അവിടെ വെച്ച് ഈ മാടായിട്ട് ഇത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, ഇറച്ചിയായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഇതുങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇനി ഉൽപ്പന്നങ്ങൾക്കായുള്ള മൃഗങ്ങൾ, അതായത് നമുക്ക് പാലുൽപ്പന്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കാളക്കുട്ടികളെ ആണെങ്കിൽ അവരെ പ്രജനനത്തിന് അടുത്ത മേറ്റിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടി ആയിക്കോട്ടെ, അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുങ്ങളെ ഈ 6 ആഴ്ചക്കാലത്ത് മാത്രമേ ഉള്ളൂ പാല് കുടിക്കാൻ വേണ്ടി സമ്മതിക്കത്തുള്ളൂ. അതിനുശേഷം ഇതുങ്ങളെ നോർമൽ സിറ്റുവേഷനിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പം അതിൽ കാളക്കുട്ടികളാണെങ്കിൽ 2 തരത്തിനെ ഡീൽ ചെയ്യും. ഒന്ന് സാധാരണ കാളക്കുട്ടികൾ, അതായത് മേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള കാളക്കുട്ടികൾ, അതിനെ ബുൾ എന്ന് വിളിക്കുന്നു. ബുള്ളുകളെ അവർ ഡീൽ ചെയ്യുന്ന മൊത്തം സാധാരണ ഒരു ചെറിയ ഫാമിൻ്റെ സിറ്റുവേഷനകത്ത് ഒരു ബുള്ളിനെ അവിടെ ആവശ്യമുള്ളൂ, അല്ലാതെ ഒത്തിരി ബുള്ളുകളുടെ ആവശ്യമില്ല. ആ ഒരു ബുള്ള് മതി അവിടെയുള്ള എല്ലാ പശുക്കൾക്കും ചവിട്ടിക്കാൻ വേണ്ടി ആ ഒരു ബുള്ളിൻ്റെ ആവശ്യമുള്ളൂ. അല്ല, അയാൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് അവിടെ ബുള്ളിനെ കിട്ടുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പണ്ട് ഇതുപോലെ ഒരു ബുള്ള് ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നമ്മൾ ചവിട്ടിക്കാൻ കൊണ്ടുപോകും എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലേ. അപ്പം ഇപ്പോൾ ഇഞ്ചക്ഷൻ അല്ലേ. അപ്പം അതിനെ മാത്രം ഇവിടെ കീപ്പ് ചെയ്യും. ബാക്കിയുള്ള കാളക്കുട്ടികളെ ഒക്കെ ഇവർ ചെയ്യുന്ന നമ്മൾ വരി ഉടയ്ക്കുക എന്ന് പറയില്ലേ, വൃഷണം നീക്കം ചെയ്യുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ വരി ഉടയ്ക്കുന്നതിൽ കൂടെ വൃഷണം നീക്കം ചെയ്തിട്ട് ബാക്കിയുള്ള കാളക്കുട്ടികളെല്ലാം സാധാരണ മൃഗങ്ങളായിട്ട് മാറ്റും. അതുങ്ങളെ കുറച്ച് കാലത്തിന് ശേഷം ഇറച്ചിക്കാളകളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പശുക്കുട്ടികളെ ഈ ബാക്കിയുള്ള പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു. അതായത് അടുത്ത പ്രായപൂർത്തിയാകുന്ന വരെ വെയിറ്റ് ചെയ്യുന്നു, ഒരു കാളെ കൊണ്ട് ചവിട്ടിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു, കുഞ്ഞുങ്ങളുണ്ടായി കഴിയുന്ന ആ സമയം മുതൽ പാല് ചുരത്തുന്നു. അപ്പോൾ ഒരു പാൽക്കാലം മൊത്തം അതുങ്ങൾ പാല് ചുരത്താൻ റെഡിയായിട്ട് നിൽക്കും. ശേഷം ഒരു വർഷം കഴിയുമ്പോഴത്തേനും ആ പാല് ചുരത്തുന്ന കാലം കഴിഞ്ഞ് വീണ്ടും അടുത്ത കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു, വീണ്ടും പാല് ചുരത്തുന്നു. അങ്ങനെ 3 അല്ലെങ്കിൽ 4 വർഷത്തേക്ക് മാത്രമേ ഇതുങ്ങളെ പാല് ചുരത്താൻ വേണ്ടി അനുവദിക്കുന്നുള്ളൂ. സാധാരണ ഒരു പശുവിൻ്റെ ജീവിത ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 15-20 വർഷം കണ്ടേക്കാം. പക്ഷേ ഇവിടെ ഫാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കറവ് പശുക്കൾക്ക് മാക്സിമം 3 അല്ലെങ്കിൽ 4 വർഷത്തിൻ്റെ ഈ പാലുൽപാദനം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അതിനുശേഷം അവയെ സ്ലോട്ടർ ഹൗസുകളിലേക്ക് മാറ്റി ഇറച്ചിയായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ UK, യൂറോപ്പൊക്കെ വളർത്തുന്ന ബ്രീഡെന്ന് പറയുന്നത് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ബ്രീഡാണ് എല്ലായിടത്തും കാണപ്പെടുന്നത്. സാധാരണ തന്നെ പറയുന്നത് 22 മുതൽ 30 ലിറ്റർ വരെയൊക്കെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിദിനം ശരാശരി എന്നാണ് പറയുന്നത്. അതായത് ചില പശുക്കളൊക്കെ മുലയൂട്ടർ കാലത്ത് 60 മുതൽ 70 ലിറ്റർ വരെ ഉൽപ്പാദിപ്പിക്കുന്ന കണക്കുകളുണ്ട്. ക്ലാസിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡയറി പശു എന്ന് പറയുന്ന സാധനം. പക്ഷേ അവരുടെ ഇപ്പോൾ UK അതുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ വളർച്ചയെന്ന് പറയുന്നത് ഭയങ്കര അതിദ്രുതം വളർച്ചയാണ്. അപ്പോൾ അതുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഭക്ഷണം നൽകേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം UK നോർത്ത് സൈഡിലുള്ള മിക്ക ഡയറി ഫാമുകളും ബ്രൗൺ സ്വിസ് എന്നൊരു ബ്രീഡിനെയാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നതായിട്ടാണ് കേട്ടിട്ടുള്ളത്.
അതിന് സാധ്യമായിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് 38-40 ശരാശരി 50 ലിറ്റർ വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദിവസം എന്ന് കണക്ക് കൂട്ടുന്നു. അമേരിക്കയിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി വളർച്ചാ ഹോർമോണുകൾ അവൈലബിൾ ആണ്. RBST ഒക്കെ പോലത്തെ വളർച്ചാ ഹോർമോണുകൾ അനുവദനീയവുമാണ്. അത് പതിവായിട്ട് കുത്തിവെക്കാം. പക്ഷേ യൂറോപ്യൻ യൂണിയനകത്തെ ഡയറി ഫാമിൽ ഇത് നിയമവിരുദ്ധമാണ്. ഇത് ഒരു തരത്തിലും UK പ്രത്യേകിച്ചും ഒരു തരത്തിലും ഇത് ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ഓർഗാനിക് വ്യവസ്ഥയിലുള്ള പശുക്കൾക്കാണെങ്കിൽ മെയിനായിട്ടും ഇതുപോലത്തെ ഗ്രേസിംഗ് എന്ന് വിളിക്കുന്ന ഈ പച്ച പുൽമേടുകൾക്കകത്തെ മേച്ചിൽപ്പുറങ്ങൾക്കകത്തുള്ള മേയലാണ് സാധാരണ അനുവദനീയമായിട്ടുള്ളത്. അപ്പം കൂടുതലായിട്ടും അതുങ്ങൾ പുറം മേച്ചിൽ സീസണിനകത്ത് മേച്ചിൽപ്പുറങ്ങൾക്കകത്ത് കൂടുതൽ മേഞ്ഞ് നടക്കുന്നു. അപ്പം മേയാൻ വേണ്ടി ഇഷ്ടംപോലെ ലാർജ് സ്കെയിലായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫാമുകളുടെ വലിപ്പം എന്ന് പറയുന്നത് 100-150 ഏക്കറുണ്ട്. ചിലതൊക്കെ വലിയ 3000 ഏക്കറോളം വലിപ്പമുള്ള ഫാമുകളൊക്കെ ഉണ്ട്. അത്രയും നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയ വിശാലമായ മലകളും ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ടൈപ്പിലുള്ള ഫാമുകളുണ്ട്. ഏതായാലും പകൽക്കാലത്തും അല്ലെങ്കിൽ വേനൽക്കാലത്തെ പകലുകളിൽ നമുക്ക് ഏതുവഴി യാത്ര ചെയ്താലും കാണാം ഈ ഒരു വില്ലേജ് ഏരിയകൾക്കകത്തൊക്കെ ഇതിങ്ങളിങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാം. വലിയ മേച്ചിൽപ്പുറങ്ങൾക്കകത്തോടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാം. തണുപ്പ് കൂടുമ്പം വിൻ്റർ ആകുമ്പോഴാണ് ഇവരുടെ പ്രശ്നം. ഇവിടെ വിൻ്റർ ആകുമ്പോൾ ഇതുങ്ങളെ മെയിനായിട്ട് നമ്മൾ തൊഴുത്തിലേക്ക് സൂക്ഷിക്കുന്നു. അപ്പോൾ തൊഴുത്തിനകത്ത് കയറി കഴിയുമ്പം പിന്നെ ഭൂരിഭാഗ സമയത്തും തണുപ്പ് കൂടുതലാണെങ്കിൽ തണുപ്പ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിതിനെ കൂടുതലും തൊഴുത്തിനകത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പം സീറോ ഗ്രേസിംഗ് എന്നുള്ള കാലയളവിൽ പോവുകയാണ്. അതായത് ഇതിന് ഗ്രേസ് ചെയ്യാൻ പറ്റത്തില്ല. ഗ്രേസിംഗ് എന്ന് വിളിച്ചാൽ ഈ മേഞ്ഞ് നടക്കുന്ന കാലത്തെയാണ് ഗ്രേസിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പം UK അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്ക പോലത്തെ രാജ്യങ്ങൾക്കകത്ത് ഗ്രേസിംഗ് അനുവദിക്കുന്നതേ ഇല്ല. അവർ ഫാമിനകത്ത് കഴുത്തിലിട്ട് കോളർ കെട്ടി ജസ്റ്റ് ഒരു ക്യൂബിക്കിളിനകത്ത് വളർത്തി വലുതാക്കി പാല് എടുക്കുന്ന സംഭവം മാത്രമുള്ള ഫാമിങ്ങുകളും ലോകം മൊത്തം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഏതായാലും UK ഫോർച്ചുനേറ്റ്ലി അത് നിയമവിരുദ്ധമാണ്. അങ്ങനെ ചെയ്യാൻ നിയമമില്ല ഇവിടെ. പിന്നെ എന്തിനാണ് തൊഴുത്തെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ കാലാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മോശം കാലാവസ്ഥയ്ക്കകത്ത് ഇതുങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ മേച്ചിൽപ്പുറങ്ങൾക്കകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും മോശം കാലാവസ്ഥയിൽ ഇവർക്ക് തണുപ്പ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള കട്ടിയുള്ള രോമപ്പുതപ്പ് ഇതുങ്ങൾക്കില്ല. വിൻ്റർ കോട്ടുകളൊക്കെ പശുക്കൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യുകയും അങ്ങനെ പുതപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും അത്തരം കാലാവസ്ഥയ്ക്കകത്ത് ഇൻഡോർ ആയിട്ടുള്ള തൊഴുത്ത് ആവശ്യം വരുന്നു. അപ്പം അവിടെ രോഗങ്ങൾക്ക് ഭയങ്കര ചാൻസ് ഉണ്ട്. തിരക്കേറിയ സാഹചര്യങ്ങളാണ്, മോശമായിട്ടുള്ള വായുസഞ്ചാരം കാണാം, അല്ലെങ്കിൽ ഭയങ്കര ഉയർന്ന ഈർപ്പം, കാരണം ഭയങ്കര ടെമ്പറേച്ചർ കൂട്ടി വെക്കും ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള പരിക്കും രോഗങ്ങളും വേറെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതുങ്ങൾക്ക് വിശ്രമം ഭയങ്കര പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ്, പ്രത്യേകിച്ച് മുല കൂട്ടുന്ന സമയത്ത്. അപ്പം കിടക്കാൻ പര്യാപ്തമായിട്ടുള്ള ക്യൂബിക്കിളുകൾ ഇവർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ചുമ്മാ കെട്ടി ഇങ്ങനെ ഒരു കയറെ കെട്ടി നമ്മുടെ നാട്ടിൽ ഇടുന്ന പോലെ ഇടുകയല്ല ചെയ്യുന്നത്. നല്ല ഫ്ലാറ്റ് ബെഡായിട്ടുള്ള സംഭവങ്ങൾ വേണം ചിലതിന് കോൺക്രീറ്റ് തറയിലോട്ട് നേരിട്ട് കാല് ചവിട്ടാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകൾ വരും. മുടന്തൻ പശുക്കൾ ലെയിംനെസ് എന്ന് പറയും, അതൊരു പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്നാണ് ഇവിടെ. അതുപോലെ നാട്ടിലെ അകിട് വീക്കം, മാസ്റ്റൈറ്റിസ്, അതും കൂടുതലായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളിലൊന്നാണ്. കൂടുതൽ തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിനകത്ത് കൂടുതൽ സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് തറയായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരുടെ ചാണകം വീണ് തറ നനഞ്ഞിട്ട് അതേ നിന്നായിക്കോട്ടെ ഒക്കെ പരുക്ക് പറ്റുകയും വഴുതി വീഴുകയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നോർമലായിട്ട് ഉണ്ടാകുന്ന അപകടങ്ങളാണ്. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു രൂപകൽപ്പനയാണ് ഇവിടുത്തെ ബാണുകൾക്കകത്ത്, അതായത് ഈ തൊഴുത്തുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ വിശദമായിട്ടുള്ള തൊഴുത്തുകൾ രൂപകൽപ്പന ചെയ്തതിനകത്ത് പ്രത്യേകത എന്നതാണെങ്കിലും വൈക്കോൽ പോലുള്ള കണ്ടൻറ്റ് വെച്ചാണ് ഇത്തരം കിടക്കുകൾ ഉണ്ടാക്കുന്നത്, ഇവർക്ക് വേണ്ടി കിടക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. UK ഇങ്ങനത്തെ അതോറിറ്റിയുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ അവർ ഇങ്ങനത്തെ തൊഴുത്തുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇൻസ്പെക്ട് ചെയ്യുകയും അവർ ഉറപ്പുവരുത്തുകയും ചെയ്യും. പശുക്കൾക്ക് വിശ്രമിക്കാൻ നല്ലതായിട്ടുള്ള വൃത്തിയുള്ള സുഖകരമായിട്ടുള്ള സ്ഥലങ്ങൾ അവൈലബിൾ ആണ്, മേച്ചിൽപ്പുറങ്ങൾക്ക് ഇത്ര റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അവിടെ ഇത്ര പുല്ല് അവൈലബിൾ ആണെന്നൊക്കെ അവർ വർഷത്തിൽ ഇത്ര തവണ വന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട് ഫാമുകൾക്കകത്ത്. അങ്ങനെ ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരു സിസ്റ്റം അല്ല. ഇതാണ് ഒരു ഫാമിൻ്റെ ഇൻറ്റീരിയർ ലേ ഔട്ടാണ്. ഇതിനൊക്കെ നിയമങ്ങളുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കണം, എവിടം വരെ പോകണം എന്നൊക്കെ. ഒരപ്പച്ചൻ എൽസിയോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഉടനെ ഇത് പട്ടിയെ കണ്ടു, എൻ്റെ പൊന്നു, എൻ്റെ സാധനങ്ങളാണെന്നുള്ളതാണ്. ഇത് ഈ ഗ്രാമപ്രദേശമാണ്. ഇതുങ്ങളെല്ലാം ഒരുമാതിരി വേട്ടപ്പെട്ട് ടൈപ്പുള്ള സംഭവങ്ങളെയാണ് ഈ ഏരിയയെ വളർത്തുന്നത്. മൃഗങ്ങളെ ഓടിക്കാനും വേട്ടയ്ക്ക് പോകുമ്പോഴത്തേനും ആ സാധനങ്ങളെ പിടിക്കാനും ഒക്കെ. അപ്പം എനിക്കെൻ്റെ ബ്രീഡൊന്നും അറിയത്തില്ല.
പൊന്നപ്പച്ച പിടിച്ചോണം, ഏതും പോലത്തെ വികടിയുള്ള 2 പിള്ളേരാണ്. പിന്നെ ക്ഷീരകൃഷി എന്ന് പറയുന്ന ഒരു വലിയ ഹൈടെക് മേഖലയാണ്. അതായത് എനിക്ക് ഇവരോട് സംസാരിച്ചത് എനിക്ക് മനസ്സിലായത്, ഗർഭിണിയായിട്ടുള്ള പശുക്കൾക്ക്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേഴ്സിംഗ് പശുക്കളാണ്. നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അമ്മ പശുക്കൾ. ഗർഭിണിയായിട്ടുള്ള പശുക്കൾക്ക് ഒരു സൈലൻറ്റ് മോണിറ്ററിങ് കോളറുണ്ട് ഇവരുടെ കഴുത്തിൽ. അപ്പോൾ അതാണ് ഇവരുടെ ചലനങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ഇവരുടെ കൊടുക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുകയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഇത്തരം കോളറുകൾക്കകത്ത് റീഡിങ്ങുകൾ ഉപയോഗിച്ച് ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദിക്കുന്നത്. ഇൻ്റർഹെഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലായത് ഇവർ പറയുന്നതെന്ന്. എന്നാലും ഒരു വെറ്റിനറി ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയറും ഈ പറഞ്ഞ റെക്കോർഡുകളെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. സാധാരണ ഒരു വർഷത്തിനകത്ത് ഫെബ്രുവരി അവസാനത്തോടെ ഇതുങ്ങളെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ ആദ്യം വരെ ഇവരിങ്ങനെ വയലുകളിൽ മേഞ്ഞ് നടക്കുന്നതാണ് ഇതിൻ്റെ രീതി. ഒത്തിരിയേറെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഹെഡ് വാച്ച്, ഫീൽഡ് മാർജിൻ, ഫാം പ്ലാൻ കമ്പ്യൂട്ടർ, ഫാം മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് തോന്നിയ ഒരു മെത്തേഡാണ് ഇത്. മിൽക്കിംഗ് ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണിത്. അവരുടെ എല്ലാ ഫുൾ സിസ്റ്റം, ഒരു ഫാമിന് വേണ്ട സകല സിസ്റ്റവും അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കി. അവിടെ പാല് കറക്കുന്നത് മുതൽ തീറ്റ കൊടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള അപ്ഗ്രേഡിങ് കൊണ്ടാണ് കൊണ്ടു നടക്കുന്നത്. ഒന്ന് ആലോചിക്കുക, നമ്മുടെ കയ്യിലെത്തുന്ന നാഴിയുരി പാല് മുതൽ പ്ലേറ്റ് വിളമ്പുന്ന ബീഫ് മസാല വരെ ടെക്നോളജി കൊണ്ട് ഗുണമേന്മ ഉറപ്പാക്കിയതാണെന്ന് ഓർത്ത് ഞാനും നിങ്ങൾക്കൊപ്പം അത്ഭുതപ്പെടുന്നു ഈ മേച്ചിൽപ്പുറത്തിന് ഇപ്പുറത്തിരുന്ന്. ഈ വിഷയത്തിൽ ഇനിയും ഒരു വീഡിയോ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ ദയവായി കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളിവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ഫാമിങ്ങിനോട് ബന്ധപ്പെട്ട് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത്തരം ഫാമുകൾ വിസിറ്റ് ചെയ്ത് ഈ വിഷയങ്ങൾ കവർ ചെയ്യുവാനായിട്ട് അവിയൽ സ്റ്റോറീസിന് കഴിയും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതേ വിഷയം താല്പര്യമുള്ളൊരു കൂട്ടുകാരിയോ അല്ലെങ്കിൽ വീട്ടിൽ റിലേറ്റീവ്സോ ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവ് ചെയ്ത് മറക്കാതിരിക്കുക. സൈനിങ് ഓഫ് ഫെലിക്സ് ഫ്രം ഇംഗ്ലണ്ട്.